ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒരുപാട് ആളുകളിൽ നിന്ന് അവരുടെ സർവീസസോ സാധനങ്ങളോ ഒക്കെ വാങ്ങാറുണ്ട്. എന്നാൽ നമ്മൾ വനിതാ സംരംഭകരോട് കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കാം. കാരണം നമുക്കറിയാം, സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തരായ ചെറിയ കുട്ടികളൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരിക്കും അവരുടെ ബിസിനസ്സും അവരുടെ ഈ കസ്റ്റമർ റിലേഷനും അവരുടെ സാധനങ്ങളുടെ പർച്ചേസും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ചെയ്യുന്നത്. അപ്പം നമ്മൾ അവരോട് കാണിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. അതൊക്കെ എന്തെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ. ആദ്യം നമുക്ക് അവരുടെ സ്റ്റോറി മനസ്സിലാക്കാം എന്താണെന്ന്. പലരും ഇങ്ങനത്തെ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പല കാരണങ്ങൾ കാണും. അതിന് പിന്നിൽ അവർക്കതിനൊരു ഒരു സ്റ്റോറി കാണും. അതിന് പിന്നിൽ അത് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ തന്നെ കുറച്ചുകൂടി നമുക്ക് ഒരു എമ്പതിയോടുകൂടി അവരെ കാണാൻ സാധിക്കും. കുറച്ച് റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ അവരോട് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം വെച്ചാൽ അവർ നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടിയായിരിക്കാം. നമ്മൾ പണം കൊടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വാല്യൂ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അതേസമയം തന്നെ നമ്മൾ അവരെ കുറച്ചൊരു ബഹുമാനത്തോടെ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ കുറച്ച് ബഹുമാനത്തോടെ, ചിലപ്പോൾ നമ്മൾ മെസ്സേജ് ഇടുമ്പം ക്വിക്കായിട്ട് റിപ്ലൈ ലഭിച്ചെന്ന് വരില്ല. നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തതിനു ശേഷം സാധാരണയിൽ നിന്ന് കൂടുതൽ ചിലപ്പം ഡിലേ ചെയ്യുമായിരിക്കാം. അങ്ങനെ ഒരുപാട് നമുക്ക് അവരോട് എമ്പതി തോന്നേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്ന സമയത്ത് തീർച്ചയായും നമ്മുടെ പണത്തിനും നമ്മുടെ സമയത്തിനും മൂല്യമുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഒരു വനിതാ സംരംഭകർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു സംരംഭത്തിലേക്ക് കടന്നു വന്നത്. അല്ലെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാനും അതിനെ കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു അധ്വാനത്തെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം. പിന്നീട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഡിലേ ആയാലും അല്ലെങ്കിൽ അവർ സാധനങ്ങൾ ഡെലിവറി ചെയ്യാൻ അല്പം ലേറ്റ് ആയാലും ഒക്കെ കുറച്ച് ഒരു എമ്പതിയോടുകൂടെ കാണാം. അതേസമയം തന്നെ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാം. അവർക്ക് അവരുടെ സർവീസോ പ്രൊഡക്റ്റോ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല ഫീഡ്ബാക്സ് കൊടുക്കാം. വേറെ ആളുകൾക്ക് നമുക്ക് റെഫറൻസ് നൽകാൻ പറ്റും. അപ്പം എല്ലാ കാര്യങ്ങളിലും നല്ലതും ചീത്തയായിട്ടുള്ള മനുഷ്യർ കാണും. പക്ഷെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു സംരംഭക ശൃംഖലയിൽപ്പെട്ട ഒരുപാട് സ്ത്രീകൾ അവരുടെ വീട്, അവരുടെ വീട്ടുകാര്യങ്ങൾ, അത് കുഞ്ഞുങ്ങൾ, മറ്റ് കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്, അതിൻ്റെ പ്രൊമോഷൻസ്, മാർക്കറ്റിംഗ്, അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ സുഹൃത്ത് വലയത്തിൽ തരുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മളിപ്പം ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ ഷിപ്പിങ്ങിൽ എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആളുകളിൽ നിന്ന് നമുക്ക് പരാതികൾ കിട്ടാറുണ്ട്. പരാതികൾ പറയുന്നത് നമ്മൾ ഒരു പൈസ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് പറയാനുള്ള ഒരു കസ്റ്റമർ റൈറ്റ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും അവരുടെ സാഹചര്യങ്ങളെ കുറച്ചുകൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിട്ട് ചെയ്ത ഒരു പിഴവില്ലെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു എമ്പതിയോടുകൂടി കാണുവാണെങ്കിൽ അവർക്ക് കൂടുതൽ ഗ്രോ ചെയ്യാനും അവരുടെ സംരംഭം കുറച്ചുകൂടെ